ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 36 ഇഞ്ചിൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ തയ്ക്കണത്. അതെങ്ങനെ വെട്ടി തയ്ക്കാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം തുണീനെ നമ്മൾ രണ്ടാക്കി മടക്കുക. ഇതിപ്പോൾ ഒരു ഡിസൈൻ ഫ്രണ്ടിനുള്ളതുകൊണ്ട് ഡിസൈൻ നോക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ. ഷോൾഡർ ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്കിന് ഒരു 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീപ്പായിട്ട് ഒരു 5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ 4ഉം നെക്കിന് 3ഉം കേട്ടോ. പിന്നെ ആം ഹോളിന് 7 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 36 ഇഞ്ചിന് ഒരു 7 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് ആം ഹോളാണ് കൊടുക്കുന്നത്. പിന്നെ ചെസ്റ്റ് 36 ആകുമ്പോൾ അതിൻ്റെ 4/1 ഭാഗമാണ് എടുക്കേണ്ടത്. അതിന് 2 ഇഞ്ച് സ്റ്റിച്ച് അലവൻസും കൂടി എടുക്കണം കേട്ടോ. അതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 14 15 ഇഞ്ച് താഴോട്ട് എടുക്കുക. വേസ്റ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് വേസ്റ്റിൻ്റെ അളവ് 34ആണ്. 34ൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് 2 ഇഞ്ച് സ്റ്റിച്ച് അലവൻസും കൊടുക്കുക. 1.5 ഇഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇഞ്ച് കൊടുക്കുക. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 25 മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹിപ്പ് അലവൻസ് നോക്കുക. ഹിപ്പിന് ഞാൻ 38 ആണ് കൊടുത്തിരിക്കുന്നത്. 38ൻ്റെ 4/1 ഭാഗം എടുക്കുക. 4/1 ഭാഗം എത്രയാണ് വെച്ചാൽ 9.5 ആണ്. അതേപോലെ 2 ഇഞ്ച് സ്റ്റിച്ച് അലവൻസും കൂടി ചേർത്തിട്ട് 11.5 ആണ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. താഴോട്ട് എത്ര ലെങ്ത്ത് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ആം ഹോള് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെട്ടുക. ഫ്രണ്ട് പീസ് നമുക്ക് റെഡിയായി. വളരെ ഈസിയാണ് ചുരിദാർ തയ്ക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതേ ബിറ്റിനെ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞല്ലോ. ആ ഫ്രണ്ട് പീസിനെ എടുത്തിട്ട് ബാക്ക് പീസിനെ നമ്മൾ ഒരു സൈഡ് മടക്കി കൊടുക്കുക. അതിൽ തന്നെ സ്ലീവും വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മളിതുപോലെ ബാക്കി പീസിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിനെ അതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വയ്ക്കുക. നെക്ക് മാത്രം നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. നെക്കിന് ചിലപ്പോൾ ബാക്ക് ആഴം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും ഫ്രണ്ടിനേക്കാളും. അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം സെയിം അളവാണ്. ഇതിലിപ്പോൾ ബാക്കിൽ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 ഇഞ്ചും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ബാക്കി ആം ഹോള്, ഷോൾഡർ എല്ലാം ഒരേ അളവാണ് കേട്ടോ. മൂന്നാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത്. ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. നെക്ക് നമ്മൾ അടിക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്യാൻവാസ് വെച്ച് തിരിക്കാനുള്ളതാണ്. ബാക്കിയുള്ള പീസിൽ ഇതുപോലെ ഒന്ന് 4ആക്കി മടക്കുക. അല്ലെങ്കിൽ ചെറിയ കൈയാണെങ്കിൽ ചെറുതാക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി. ഇത് 3/4 കൈ ആയതുകൊണ്ട് നമ്മളത് ബാക്കി തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്, നമ്മൾ ഷോൾഡർ അളവുണ്ടല്ലോ, ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി സീം അലവൻസും ചേർത്തിട്ട് വിഡ്ത്ത് 9 ഇഞ്ചും ലെങ്ത്ത് 15 ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത്. നീളം നമ്മൾ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവരവർ ആവശ്യമുള്ള അനുസരണം 16 17 എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അടിവണ്ണം ഒരു 5.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി, സ്റ്റിച്ചിങ് അലവൻസും കൂടിയിട്ട് എടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 3 ഇഞ്ച് ഒരു കുഴിച്ചു വെട്ടാനായിട്ട് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടുക കേട്ടോ. സ്ലീവ് റെഡിയായി. 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ട് മാർക്ക് കൊടുക്കുക. എന്നിട്ട് താഴെ ഒന്ന് നമ്മൾ 6.5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. 5.5 പ്ലസ് 1 കൂടി ചേർത്തിട്ട് 6.5 അവിടേക്ക് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുക.
ഫ്രണ്ട് നമ്മൾ ഒന്ന് കുഴിച്ചു വെട്ടണം, ഒരു അരഞ്ചോളം സ്ലീവിന് ഒന്ന് കുഴിച്ചു വെട്ടണം കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് കൊടുക്കുക, അവിടെ ഒന്ന് കുഴിച്ചു വെട്ടുക. നമ്മൾ ക്യാൻവാസ് എടുക്കുകയാണ്. ക്യാൻവാസിന് നമ്മൾ നെക്കിൻ്റെ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ റൗണ്ടായിട്ടാണ് അതിൽ മടക്കി കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ലെങ്ത്തുമാണ് ഫ്രണ്ടിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഡിഫറൻസിൽ, 1 ഇഞ്ച് വ്യത്യാസത്തിൽ അകലത്തിൽ സൈഡ് കൂടെ ഒരു കട്ടിങ്ങും കൂടി എടുക്കുക. ഇതുപോലെ ആദ്യം നമ്മൾ 3ഉം 5ഉം മാർക്ക് ചെയ്തിട്ട് റൗണ്ടായി വരയ്ക്കുക. നമുക്ക് സൈഡിൽ തുണി വെച്ച് പിടിപ്പിക്കാനായിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്ക് പീസും അതുപോലെ ചെയ്യുക. ബാക്ക് പീസിന് 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തുമാണ്. അതുപോലെ 1 ഇഞ്ച് അകലത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ അരഞ്ച് വേണമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ 1 ഇഞ്ച് അത്ര തന്നെ മതിയാവും കേട്ടോ. ഇതുപോലെയാണ് ബാക്ക് പീസ് മാർക്ക് കൊടുക്കുന്നത്. 1 ഇഞ്ച് അകലം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു തുണിയിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ ലൈനിങ് തുണിയൊക്കെ വരുമല്ലോ, അതിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. അയൺ ചെയ്താൽ ഒട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ലൈനിങ്. ലൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തുനിന്ന് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി, ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്കും. സൈഡ് ഇതുപോലെ ചെറിയൊരു വെട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ഫ്രണ്ടും ബാക്കും അതുപോലെ അടിച്ചെടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നെക്കൊക്കെ സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നെക്ക് വെട്ടി ഇത് മുകളിലായി വെക്കുമ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചുരിദാറിൻ്റെ ആയാലും ബ്ലൗസിൻ്റെ ആയാലും ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ, സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ, ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഓരോ മുട്ടുസൂചികൾ അവിടെ കുത്തി കൊടുത്താൽ നമുക്ക് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. കുറച്ച് ഇങ്ങനെ വഴുവഴുപ്പായിട്ടുള്ള തുണിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു പിന്ന് അവിടെ കുത്തി വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ അടിച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ ഒരു വെട്ട് കൊടുക്കുമ്പോൾ തിരിയാനും ഒക്കെ എളുപ്പമാണ്. ക്യാൻവാസിൽ തട്ടാണ്ട് സ്റ്റിച്ചിൽ തട്ടാതെ ഇടയിലിടയിൽ ഒരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ തിരിക്കാനും ഫിനിഷിങ്ങും വൃത്തിയായിട്ടുണ്ടാവും. തിരിച്ച് മുകളിലൂടെ ഒരു അടി കൊടുക്കണം. അതുപോലെ ബാക്ക് പീസ് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഉള്ളിൽ ഹെമ്മിങ് ചെയ്ത് വിട്ടാക്കണേ. അതുപോലെ ബാക്കും ഇതുപോലെ അടിച്ചെടുക്കുക.
സെൻട്രലായിട്ട് ഞാൻ 8 ഇഞ്ചിൽ ഒരു ടക്കിട്ട് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ മടക്കുക, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 4 ഇഞ്ച് മാർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു 2 ഇഞ്ചോളം നമ്മൾ വ്യത്യാസത്തിൽ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു 1/2 ഇഞ്ചോ ഒരു 1/4 ഇഞ്ചോ പിടിച്ചാൽ മതിയാവും കേട്ടോ. ഫ്രണ്ടിൽ വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. ഇതിൽ ഫ്രണ്ടിൽ ഡിസൈൻ ഉള്ളതുകൊണ്ട് പിടിക്കുന്നില്ല, ബാക്കിൽ മാത്രമേ പിടിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഓരോ ടക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടക്ക് അടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. 2ൻ്റെയും ഹെമ്മിങ് ചെയ്യണം കഴുത്തിൽ. ഇനി നമ്മൾ സ്ലീവ് ലൈനിങ് വെച്ച് തിരിക്കുക, അടിച്ചെടുക്കുക കേട്ടോ. സ്ലീവും കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഫ്രണ്ട് ഇതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമ്മളിനി കയ്യിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ബോഡിയൊക്കെ കറക്റ്റായിട്ട് ഒന്ന് അളന്നെടുക്കുക. ചെസ്റ്റ് നമ്മളിപ്പോൾ 4 ഒരു ഭാഗമല്ല അളന്നെടുത്തത്, അപ്പോൾ ഇത് 2 തുണിയാണല്ലോ, അതുകൊണ്ട് 36ൻ്റെ പകുതി, ചെസ്റ്റ് 18, ഹിപ്പ് 17, ഹിപ്പ് 38 എടുത്തിരിക്കുന്നത്, അപ്പോൾ 19 എടുക്കുക. വേസ്റ്റ് നമ്മൾ 34 എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 17 എടുക്കുക. എന്നിട്ട് മാർക്ക് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ.